തൊണ്ടിമുതൽ മോഷണ കേസിൽ ആന്റണി രാജു എംഎൽഎക്ക് തടവ് ശിക്ഷ. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയാണ് 3 വർഷം ശിക്ഷ വിധിച്ചത്. നൃപൻ ചേരുന്നുണ്ട്. നൃപൻ, പതിറ്റാണ്ടുകളായിട്ടുള്ള കേസാണ്. ഇന്നതിൽ വിധി വന്നിരിക്കുകയാണ്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി ചർച്ച ചെയ്യപ്പെട്ടിരുന്ന നിരവധി വ്യവഹാര നടപടികൾക്ക് ശേഷം ഇന്ന് നെടുമങ്ങാട് കോടതിയിൽ നിന്ന് അന്തിമമായിട്ടുള്ള വിധി വന്നിട്ടുണ്ട്. പരമാവധി 3 വർഷം തടവാണ് 2 പ്രതികൾക്കും. പ്രതിയായിട്ടുള്ള ആന്റണി രാജുവിനും ഒപ്പം തന്നെ കോടതിയിലെ ക്ലർക്ക് ജീവനക്കാരനായിട്ടുള്ള ജോസിനും 3 വർഷമാണ് തടവ് ഉത്തരവ് വന്നിട്ടുള്ളത്. ഇത് ഒരേ കാലാവധിയിൽ നേരത്തെ തന്നെ വിവിധ സെക്ഷനുകൾക്ക് 1 വർഷവും 6 മാസത്തെയും 2 വർഷത്തിന്റെയും അടക്കം തടവുകളുണ്ട്. വെവ്വേറെ സെക്ഷനുകളുടെ ഉത്തരവുകളിലും ഒന്നിച്ച് ഒരേ തടവ് കാലാവധി അനുഭവിച്ചാൽ മതിയാകും. സ്വാഭാവികമായും ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഒരു എംഎൽഎ ജനപ്രതി എന്ന നിലയിൽ 2 വർഷത്തിലധികം തടവ് ശിക്ഷ അനുഭവിച്ചാൽ സ്വാഭാവികമായും എംഎൽഎ പദവി റദ്ദാക്കും. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ ഇതിന്റെ പരമാവധി സെക്ഷൻ 409 പ്രകാരം പരമാവധി ശിക്ഷയായിട്ടുള്ള ജീവപര്യന്തം ശിക്ഷയ്ക്ക് പ്രതികൾ അർഹരാണ് എന്ന വാദം ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് സെക്ഷൻ കോടതിക്ക് സ്വാഭാവികമായും ഇതിന്റെ കേസിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരമില്ലാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായും CJM കോടതിയിലേക്ക് കേസ് റെഫർ ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതിന്റെ ഹർജിയിൽ കോടതിയിൽ അതിന്റെ ഉപഹർജിയും കോടതിയിൽ പ്രോസിക്യൂട്ടർ സമർപ്പിച്ചിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായും CJM കോടതിയിലേക്ക് ഈ ഹർജി പോകും. അപ്പോഴേക്കും ഇത് സംബന്ധിച്ച ഈ കോടതിയിൽ ഈ സ്റ്റേ ആവശ്യപ്പെട്ടുകൊണ്ട് സ്വാഭാവികമായും പ്രതികൾക്ക് കോടതിയെ സമീപിക്കാം. കോടതിയെ സമീപിക്കുമ്പോൾ കോടതിയിൽ നിന്ന് സ്വാഭാവികമായും സ്റ്റേ ഉത്തരവ് CJM കോടതിയിൽ നിന്ന് ലഭിക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായും ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം MLA പദവി നഷ്ടമാകില്ല. മറിച്ച് അവിടെ നിന്നും ഇതിന് സ്റ്റേ ലഭിക്കാതെ വന്നാൽ സ്വാഭാവികമായും MLA പദവി നഷ്ടമാവുകയും തുടർന്ന് 6 വർഷത്തേക്ക് അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പുകളിൽ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അയോഗ്യതയും കൽപ്പിക്കപ്പെടും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് കാലമായി കേരളത്തിൽ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്ന് അന്തിമ വിധി ഉണ്ടായിരിക്കുന്നു എന്നതാണ്. ആ വിധി പരമാവധി ആന്റണി രാജുവിനും ഒപ്പം തന്നെ കോടതി ജീവനക്കാരനായ ജോസിനും 3 വർഷത്തെ തടവ് ശിക്ഷയാണ്, സാധാരണ തടവ് ശിക്ഷയാണ് വിധിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് നൃപൻ, ഈ ഹർജിയും തടസ്സ ഹർജിയും വാദപ്രതിവാദങ്ങളും ഒക്കെയായി 3 പതിറ്റാണ്ടിലേറെയായി നീണ്ടുപോയ കേസിനാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. അതായത് പറയുകയാണെങ്കിൽ 1990-ൽ നടന്നൊരു കേസാണ്. വിദേശിയെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ വിദേശിയെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആന്റണി രാജു തൊണ്ടിമുതൽ കൃത്രിമം കാണിച്ചു എന്നതാണ് കേസ്. തീർച്ചയായും കൃത്യമായി പറഞ്ഞാൽ 1990-ലാണ് ഈ കേസിനാസ്പദമായ സംഭവത്തിന്റെ തുടക്കം. അതിൽ വിദേശത്തു നിന്ന് വന്ന ഒരാൾ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ വെച്ച് രാജ്യാന്തര വിമാനത്താവളത്തിൽ വെച്ച് മയക്കുമരുന്നുമായി പിടിക്കപ്പെടുന്നു. മയക്കുമരുന്ന് പിടിക്കപ്പെടുന്നത് അയാളുടെ അടിവസ്ത്രത്തിൽ ഉപയോഗിച്ച മയക്കുമരുന്ന് കടത്തിടാൻ ശ്രമിച്ചതാണ് കേസ്. അത് തൊണ്ടിമുതലായി കോടതി പിടിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥർ, അന്വേഷണ ഉദ്യോഗസ്ഥർ തൊണ്ടിമുതലായി കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഇയാൾ അപ്പീൽ പോയപ്പോൾ, ഹൈക്കോടതിയിൽ അപ്പീലിലേക്ക് പോയപ്പോൾ അന്ന് ജൂനിയർ അഭിഭാഷകനായിട്ടുള്ള ആന്റണി രാജു നെടുമങ്ങാട് കോടതിയിലെ ജീവനക്കാരനായിട്ടുള്ള ജോസ് ചേർന്ന് ഈ തൊണ്ടിമുതൽ മോഷ്ടിച്ചു എന്നതാണ് കുറ്റം. അവസാന കോടതിയിൽ നിന്ന് പ്രതിയെ വെറുതെ വിട്ടു. കേസിന് വെറുതെ വിട്ടുന്നതിന് ആവശ്യമായ കേസിന് ആസ്പദമായ സംഭവം എന്ന് പറയുന്നത് ആന്റണി രാജുവും ജോസും ചേർന്ന് ഈ അടിവസ്ത്രം മാറ്റി എന്നതാണ്. അതിനുശേഷം കോടതിയിൽ ഹർജിയായി വരികയും ഈ കേസുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷം ഇതേ പ്രതിയെ തന്നെ വിദേശത്ത് മറ്റൊരു കൊലപാതക കേസിൽ അറസ്റ്റ് ചെയ്യുകയും അവിടെ സമാനമായ കേസിൽ നിന്ന് താൻ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പോലീസിന് തടവുകാരന് മൊഴി നൽകുകയും ഈ പോലീസ് ഇന്റർപോൾ വഴി സംസ്ഥാന പോലീസിനെ അറിയിക്കുകയും തുടർന്ന് വിജിലൻസ് ഈ കേസ് അന്വേഷിച്ച ശേഷമാണ് ഈ സമാനമായ കേസിൽ ഇത്തരത്തിലുള്ള തെളിവുകൾ സ്വീകരിക്കുകയും 25ഓളം വരുന്ന പേരെ ഈ സാക്ഷിമൊഴിയായി ഉൾപ്പെടുത്തുകയും 19 പേരുടെ വിസ്താരം പൂർത്തിയാക്കിയാണ് ഈ തെളിവിലേക്ക് എത്തിച്ചേരുന്നത്. ശാസ്ത്രീയമായ തെളിവുകൾ, ഒപ്പം തന്നെ ഫോറൻസിക് പരിശോധന, അന്ന് ഇത് മാറ്റി എന്ന് പറയുന്ന തൊണ്ടിമുതൽ മാറ്റി എന്ന അടിവസ്ത്രത്തിന്റെ പരിശോധന, ഇതടക്കം പൂർത്തിയാക്കിയ ശേഷമാണ് ഈ കേസിന്റെ നിർണായകമായ വിധിയിലേക്ക് വന്നത്. ഈ കേസിന്റെ പഴക്കം നാളുകൾ പരിശോധിക്കുമ്പോൾ 3.5 പതിറ്റാണ്ട് 35 വർഷത്തോളം ഈ കേസിന്റെ പഴക്കമുണ്ട്. ആദ്യത്തെ 90-ലെ കേസും 94-ൽ ഇത്തരൊരു കേസ് രണ്ടാമത് ചാർജ് ചെയ്യുന്ന അടക്കം. അപ്പോഴേക്കാണ് അന്ന്
ജൂനിയർ അഭിഭാഷകനായ ആന്റണി രാജു, ആ കോടതിയുടെ ജീവനക്കാരനായ ജോസ് ഈ കേസിൽ പ്രതിയായി വരുന്നത്. തുടർന്നാണ് വിവിധ വിചാരണ ഘട്ടങ്ങൾ പൂർത്തിയാക്കി ഇന്ന് കോടതി വിധി പറഞ്ഞത്. ഇന്ന് കോടതി വിധി പറയുമ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ കോടതി കേസ് പരിഗണിക്കുമ്പോൾ വിവിധ സെക്ഷനുകൾ 409 അടക്കം പരമാവധി ജീവപര്യന്തം അടക്കമുള്ള ശിക്ഷയ്ക്ക് കുറ്റക്കാർ പ്രതികൾ ഈ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിച്ചു എന്നാണ് മജിസ്ട്രേറ്റ് ഉത്തരവിൽ പറഞ്ഞത്. പക്ഷേ അതിനുശേഷമാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഇത് സംബന്ധിച്ച ഉപഹർജി സമർപ്പിച്ചത്. കാരണം കോടതിയുടെ ജൂറിസ്ഡിക്ഷനിൽ പരമാവധി ശിക്ഷയായിട്ടുള്ള 409 സെക്ഷന്റെ വിധി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ഇത് മേൽക്കോടതി CJM കോടതിയിലേക്ക് കേസ് മാറ്റണം അന്തിമ വിധിക്കായി എന്ന ആവശ്യം ഉന്നയിച്ചു. പക്ഷേ അവസാനം 2:45 അന്തിമ വിധി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്തും കോടതി ചേർന്നില്ല. അവസാനം വിവിധ തരത്തിലുള്ള പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം അല്പം മുമ്പാണ് നെടുമങ്ങാട് കോടതി ഇക്കാര്യത്തിൽ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. ആ വിധിയിൽ ഓരോ സെക്ഷനും എടുത്ത് അക്കമിട്ട് പറയുന്നു. ശിക്ഷ കാലാവധി എന്ന് പറയുന്ന 1 വർഷവും 2 വർഷവും 6 മാസവും അടക്കമുള്ള സാധാരണ തടവുകളാണ്. ആ തടവുകൾ ഒന്നിച്ച് അനുഭവിച്ചാൽ മതി. അതിൽ ഏറ്റവും അവസാനത്തെ വിധി പറയുന്നത് 3 വർഷത്തെ പരമാവധി ശിക്ഷയാണ്. ആ പരമാവധി ശിക്ഷ അനുഭവിച്ചാൽ മതിയാവും. അങ്ങനെ ഈ പ്രതികൾക്കും ഈ കേസിൽ പരമാവധി ശിക്ഷയായ ലഭിക്കുക 3 വർഷ കാലാവധിയാണ്. അത് ലഭിച്ചത് കൊണ്ട് തന്നെ സ്വാഭാവികമായും ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഒരു ജനപ്രതിനിധി ഇത്തരത്തിൽ 2 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടാൽ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ MLA പദവിയോ തെരഞ്ഞെടുക്കപ്പെട്ട പദവിയോ നഷ്ടമാവും. അതുകൊണ്ട് സ്വാഭാവികമായും ആന്റണി രാജുവിന്റെ MLA പദവി നഷ്ടമാവും എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇത് ഉപരി കോടതിയെ സംബന്ധിച്ചിടത്തോളം CJM കോടതിയിൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും ഇത് സംബന്ധിച്ച സ്റ്റേക്ക് വേണ്ടി പ്രതികൾ സമീപിക്കും. അവിടെ നിലവിലുള്ള ഉത്തരവ് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം MLA പദവി നഷ്ടമാവാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് തുടർ നടപടികളെ സംബന്ധിച്ച് മാത്രമേ മനസ്സിലാകുകയുള്ളൂ. ഇപ്പോൾ പ്രതികൾക്കും നെടുമങ്ങാട് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചിട്ടുണ്ട്.